രാജ്യം സാമ്പത്തികമായി പുരോഗതി കൈവരിക്കുന്നുവെന്ന ഭരണകൂട ഗീർവാണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇതേ നേരത്തെ തന്നെയാണ് ഗ്രാമീണ ഇന്ത്യയിൽ കർഷകരുടെ മൃതദേഹങ്ങൾ ഒരു തുണ്ടം കയറിൽ തൂങ്ങിയാടുന്ന നിലയിൽ കാണപ്പെടുന്നത്. വിഷം കഴിച്ച് മരിച്ച നിലയിൽ കർഷകരെ കണ്ടെത്തുന്നത്. ഒടുവിലിപ്പോൾ മധ്യപ്രദേശിലെ മന്ദ്സോറിൽ ഭരണകൂട ഭീകരത കർഷകരുടെ നെഞ്ചിന് നേരെ വെടിയുണ്ടയും പായിച്ചിരിക്കുന്നു. अभिषेक जो मेरा छोटा भाई था उसको पहली गोली लग गई। योजनाएं बहुत सारी निकाल लेंगे लेकिन हम किसानों की कोई सुन नहीं पा रहा। 1 तारीख से मंडी बंद हुई तो सभी मजदूर परेशान हैं, हेमाल से लेके भाइयों से लेके सभी। किसानों ने आंदोलन किया, ये मूल कारण इसका नोटबंदी है। मेरे पति आंदोलन में गए और वहाँ पे मारे गए। കർഷക രക്തം ചിന്തിയ മന്ദ്സോർ ഗ്രാമത്തിൽ നിന്നും മീഡിയ വൺ അന്വേഷിക്കുന്നു. ഈ നാട്ടിലെ പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു? രാജ്യവ്യാപകമായി ഇന്ന് കർഷകർ തെരുവിലിറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് മന്ദ്സോർ. പടിഞ്ഞാറൻ മധ്യപ്രദേശിൽ രാജസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന കാർഷിക മേഖല. ഇവിടെ ഉഴുതുമറിച്ചിട്ട ഈ പാടങ്ങളുടെ ചെഞ്ചായത്തിന് മണ്ണിന്റെ സ്വാഭാവികത മാത്രമല്ല, 5 കർഷകരുടെ ചോര കൂടി കടുപ്പമേകുന്നുണ്ട്. പ്രതീക്ഷകൾ അസ്തമിച്ച കർഷകരുടെ ഒരു തുണ്ടം കയറിൽ പിടഞ്ഞൊടുങ്ങിയ അവസാന ശ്വാസത്തിന്റെ ചൂടും ചൂരുമുണ്ട് ഈ മണ്ണിന്. ये सरकार की वजह से आंदोलन चल रहा है। किसानों ने बार बार मांग करी कि हमको समर्थन मूल्य दिया जाए, हमारी फसलों के भाव बढ़ाया जाए, बिचौलियों को ख़त्म किया जाए और ये मंडियों में जो लूट होती है वो रोकी जाए। और किसान शांतिपूर्वक आंदोलन कर रहे थे और उसके बाद ये सरकार मानी नहीं और ये आंदोलन हो गया। വിളകളിൽ നെയ്തുകൂട്ടിയ സ്വപ്നത്തിന് മാനവും മതിപ്പുമുള്ള വില തേടി ഇവിടെ കർഷകർക്ക് തെരുവിലിറങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടായിരുന്നു? കർഷകർക്കായി മധുര വാഗ്ദാനങ്ങൾ വാരി വിതച്ച ഈ മോദി സർക്കാർ കാലത്തും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ കർഷക പ്രക്ഷോഭത്തിന്റെ ചൂടറിയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം ചോദ്യങ്ങൾക്ക് രാജ്യത്തെവിടെയും ബാധകമാകുന്ന ഉത്തരം തരും മന്ദ്സോർ. അതിനി ഗ്രാമവഴികളിലൂടെ അല്പം യാത്ര ചെയ്താൽ മതി. മന്ദ്സോർ ജില്ലയിലെ പിപ്ലിയ ചന്തയിൽ നിന്നും പടിഞ്ഞാറോട്ട് തിരിയുന്ന ഈ വഴി നയാഗഡ എന്ന ഗ്രാമത്തിലേക്കാണ്. നയാഗഡയിൽ നിന്ന് തുടങ്ങുകയാണ് മരണത്തിന് വഴിപാട് കൊടുത്തു പോരാടുന്ന കർഷകരുടെ കഥ. മന്ദ്സോറിലെ പോലീസ് വെടിവെപ്പിൽ ജീവൻ പൊലിഞ്ഞ ചെയിൻറാം പടിധാർ എന്ന 23-കാരനായ കർഷകന്റെ വീട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. മധ്യപ്രദേശ് പോലീസിന്റെ വെടിവെപ്പിൽ ആദ്യം മരിച്ചത് ചെയിൻറാം പട്ടിദാർ എന്ന ഈ 23-കാരനായ കർഷകനായിരുന്നു. साथ तो नहीं थे उसके, हमें तो घर पर मिली थी सूचना, ऐसे हो गया तो उसको यहाँ लाया गया।
फिर उसको सुबह 8 बजे अंत्येष्टि की गई। उसके बाद ये सब सब लोग आ जा रहे हैं। कल CM साहब भी आए थे। വെടിവെപ്പിൽ ജീവൻ പൊലിഞ്ഞവരുടെ കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു ബാലനുമുണ്ടായിരുന്നു. പിപ്പിലിയാമണ്ടിയിലെ ബർക്കടാപ്പത്ത് നിവാസിയായ 12ാം ക്ലാസ്സുകാരൻ അഭിഷേക് പട്ടിദാർ. ഭരണകൂട നെറുകേടിന്റെ ഏറ്റവും ഭീകരമായ ഉദാഹരണം. घर से 11:30 बजे हम यहाँ से निकले पिपलिया मंडी के लिए, जहाँ आंदोलन चल रहा था किसान भाइयों का। हम भी उसमें शामिल होने गए थे। तो हम सारी भीड़ हाईवे पे खड़ी थी बीच में। हम थाने के अपोजिट साइड खड़े थे। उधर से गोली चली अचानक, तो आवाज़ सुन के सब भागे। तो भागने में सब भाग गए और वो अभिषेक जो मेरा छोटा भाई था उसको पहली गोली लग गई। जैसे उसको गोली लगी उसने बोला कि भाई मेरे को गोली लग गई है। तो मैं दौड़ के उसकी तरफ गया, तभी उसको वो मेरी तरफ आया तो पीछे से एक और गोली लग गई। ഇതാണ് വെടിവെപ്പിൽ മരിച്ച ബബ്ലു പട്ടിദാർ എന്ന മറ്റൊരു യുവ കർഷകന്റെ വീട്. ഇടം നെഞ്ചിലും പുറത്തും വെടിയേൽക്കുമ്പോൾ ബബ്ലുവിന് വയസ്സ് 26. വീട്ടിൽ ഭാര്യയും അസുഖബാധിതയായ അമ്മയും മാത്രം. मेरे पति आंदोलन में गए और वहाँ पे मारे गए। पुलिस वालों ने उनके सामने से वार किया, तो सरकार इस बात पर भी ध्यान नहीं दे रही है। बहुत परेशान थे 5 दिनों से और कोई सुनवाई नहीं कर रहा था, इसलिए वो आंदोलन में गए वहाँ पे। तो वहाँ पे पुलिस वालों ने फायरिंग करके उनको मार डाला, लेकिन अभी तक सरकार कोई सुनवाई नहीं कर रही है उनकी। अब हमारे घर में तो कोई नहीं बचा है। हम तो बीमार हो जाए तो हमें गोली पानी दवाई देने वाला कोई नहीं बचा अब। പോലീസ് വെടിവെച്ചു കൊന്ന മറ്റൊരു കർഷകൻ കനയ്യാലാൽ പട്ടിദാറിന്റെ വീടാണിത്. उस दिन तो हमने फ़ोन आया वहाँ से, फिर बाद में गए कि आपके भाई की गोली लग गई है। तो हम यहाँ से गए, फिर वहाँ पे गए, मौके पे गए। भाई पारसनाथ सांधे पे मेरा भाई मतलब पड़ा हुआ था, उनके गोली लग गई थी, गंभीर अवस्था में पड़ा हुआ था। जैसे वहाँ पहुँचे, वहाँ से मोटरसाइकिल पे बिठाया, वो क्या बोलते हैं उसको, टोल नाका बोलते हैं। टोल नाके पे पहुँचे और टोल नाके के एम्बुलेंस लेके फिर बाद मंसूर रेफर किया। എങ്ങനെയാണ് കർഷക പ്രക്ഷോഭം മധ്യപ്രദേശിൽ പോലീസ് വെടിവെപ്പിന്റെ അവസ്ഥയിലേക്ക് എത്തിയത്? നെഞ്ചിൽ വെടിവെക്കാൻ മാത്രം കർഷകർ എന്ത് തെറ്റാണ് ചെയ്തത്? പോലീസിന് എവിടെ നിന്ന് ആരാണ് ഈ നെറുകേടിന് അധികാരം നൽകിയത്? ഉത്തരം കിട്ടാത്ത ഈ ചോദ്യങ്ങൾ ഇന്നും ഈ കുടുംബങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. और हमारे बच्चे और हमारे गांव के 150-200 लड़के गए, पानी पी के उस रोड पर चढ़े, पुलिस वाला ने फायरिंग की, बबलू के यहाँ सीने में लगी। फिर आधा घंटा हुआ, आधे घंटे बाद पुलिस थाने चले गए सभी लड़के। तो पुलिस वाला ने एक बच्चे को पकड़ कर सिर में पिस्तौल से गोली मार के उसको बाहर फेंक दिया। अगर पुलिस की पिटाई से मृत्यु हुई है तो जो कानूनी कार्रवाई एक आम व्यक्ति के विरुद्ध होती है वही कार्रवाई पुलिसकर्मियों के विरुद्ध भी की जाएगी। എനിക്ക് പിറകിൽ ഈ കാണുന്നതാണ് പിപ്പിലിയാമണ്ടി പോലീസ് സ്റ്റേഷൻ. കർഷകരുടെ പ്രക്ഷോഭം ഈ സ്റ്റേഷന് പരിസരത്തെത്തിയപ്പോഴായിരുന്നു പോലീസിന്റെ വെടിവെപ്പുണ്ടായത്. 5-ാം തീയതി കർഷകരിൽ ചിലരെ പിപ്പിലിയാമണ്ടി പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. 6-ാം തീയതി അവരെ വിട്ടുകിട്ടാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കർഷകർ മാർച്ച് സംഘടിപ്പിച്ചു. റോഡിന്റെ ഒരു വശത്ത് പോലീസുകാർ, മറുവശത്ത് കർഷകർ. പ്രതിഷേധാഗ്നി ആളിക്കത്തിയതോടെ അവർ സ്റ്റേഷനിലേക്ക് കല്ലെറിയാൻ തുടങ്ങി. देखिए, इस आंदोलन के पहले तक तो मध्य प्रदेश सरकार ने कुछ नहीं किया। शिवराज सिंह ने भी कोई ऐसी विशेष कोई चीज़ें जो यहाँ के CM नहीं की। कृषि मंत्री ने ये स्पष्ट बयान दिया कि किसानों की कर्ज की माफ़ी नहीं होगी। इससे किसानों में और ज़्यादा आक्रोश उत्पन्न हुआ। വെടിവെച്ചത് പോലീസല്ലെന്ന് മധ്യപ്രദേശ് സർക്കാർ ആദ്യം വാദിച്ചു. കപട ന്യായീകരണത്തിന്റെ വാചോടാപത്തിലൂടെ കലാപകാരികളായ കർഷകരെന്നും ഗുണ്ടകളായ കർഷകരെന്നും ഹാഷ്ടാഗിട്ട് ചില ദേശീയ ചാനലുകൾ വിഷയം കത്തിച്ചു. കർഷക കുടുംബങ്ങളെ കാണാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാക്കളെയും സാമൂഹ്യ പ്രവർത്തകരെയും
മൈലുകൾ അകലെ തടഞ്ഞു. ഒടുവിൽ സ്ഥിതിഗതികൾ ശാന്തമാകാനെന്ന പേരിൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തന്നെ നിരാഹാരമിരുന്ന് നാടകം കളിച്ചു. കണ്ടത് പറയാൻ ആരും മുന്നോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ പോലീസാണ് വെടിവെച്ചതെന്ന് സമ്മതിക്കാൻ ഒരുപക്ഷെ മധ്യപ്രദേശ് സർക്കാർ തയ്യാറാകുമായിരുന്നില്ല. जब किसानों पे गोली चलाई गई तो यहाँ के होम मिनिस्टर ने, जो स्टेट होम मिनिस्टर है, उन्होंने कहा कि पुलिस ने गोली नहीं चलाई, लेकिन बाद में सेकंड डे उनको ये कहना पड़ा, जब ये मालूम चला कि पुलिस की गोली से ही मृत हुए हैं, तो उनको ये कहना पड़ा. होम मिनिस्टर और एग्रीकल्चर मिनिस्टर के जो गलत बयान आए थे उसकी वजह से और अधिक आक्रोश उत्पन्न हुआ और किसानों में गुस्सा बढ़ा. കർഫ്യൂ എടുത്തുകളഞ്ഞ മൻസൂർ ജില്ല സമാധാന അന്തരീക്ഷത്തിലേക്ക് അടിവെക്കുന്നുണ്ടെങ്കിലും വെടിവെപ്പ് നടന്ന പിപ്ലിയാമണ്ഡി സ്റ്റേഷൻ പരിസരം രണ്ടാഴ്ചയ്ക്കിപ്പുറവും ശാന്തമായിട്ടില്ല. റോഡിൽ തീവച്ച് തള്ളിയ ഇക്കാണുന്ന ട്രക്കുകളിൽ ചിലത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഹിമാലയൻ മണ്ടത്തരമെന്ന് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും ബ്രഹ്മാണ്ഡ വിജയമെന്ന് കേന്ദ്ര സർക്കാരും പറയുന്ന സാക്ഷാൽ നോട്ട് നിരോധമാണ് നമ്മുടെ നാട്ടിലെ കർഷകരുടെ നടുവൊടിച്ചത് എന്ന് നമ്മിൽ എത്ര പേർക്ക് അറിയാം? ഇക്കാര്യം എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്? ജൂൺ 1 മുതലാണ് മൻസൂർ മേഖലയിൽ കർഷക പ്രക്ഷോഭം ശക്തി പൂണ്ടതെന്ന് സത്യം. പക്ഷേ മാസങ്ങളുടെ തിക്താനുഭവവും ചൂഷണവുമാണ് ജൂൺ 1 വലിയ പ്രക്ഷോഭത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. വിളകളുടെ കുത്തനെ ഇടിഞ്ഞ വില, കടക്കെണി, അവഗണന, ഇടനിലക്കാരുടെ ചൂഷണം, അങ്ങനെ നീളുന്നു പ്രശ്നങ്ങൾ. മേഖലയിലെ വേനൽക്കാല വിളകളായ വെളുത്തുള്ളിക്കും സോയാബീനും ഉലുവയ്ക്കുമൊക്കെ പാതിയിലധികം വിലയിടിഞ്ഞിരിക്കുന്നു. തീർന്നില്ല, വിളവിറ്റ് കിട്ടുന്ന തുച്ഛമായ തുകയ്ക്ക് പോലും തിരിച്ച് കയ്യിൽ പണമല്ല കർഷകർക്ക് കിട്ടുന്നത്, ചെക്കാണ്. ഒരു ബാങ്കിലും ഇന്നേ വരെ കയറി പരിചയമില്ലാത്ത, അക്കൗണ്ടില്ലാത്ത, ആധാർ കാർഡ് പോലുമില്ലാത്ത ഇന്ത്യയിലെ കുറേ പൗരന്മാരുടെ കഥ കൂടിയാണിത്. अभी नोटबंदी के बाद बहुत बड़ा नुकसान हुआ. एक तो मंडी में आधे भाव रहेगा हर फसल के. उसके बाद किसान को जो पेमेंट मिलता है वो भी चेक से देते हैं और बैंक वाले 15-15 दिन तक पैसा नहीं देते हैं. इधर मजदूरों को अलग देना रहता पैसा. और ये जो जितने भी गेहूं का जो 1 महीना 1.5 महीना खरीदा समर्थन मूल्य, उसके बाद तो बाज़ार में 1300 और 1200 रुपये क्विंटल गेहूँ बिक रहा है. प्याज की हालत ये हो गई 2 से 3 रुपये किलो बिक रहा है क्या. और किसान अभी इस तरह से व्यापारी की वजह से या सरकार की वजह से बहुत काफ़ी परेशान है. 3-3 दिन मंडियों में लाइन लगा के खड़े रहना पड़ता है. चौथे दिन उपज बिकती और पैसा भी नहीं रहता जेब में और बड़े बड़े जाम लगते हैं. इधर सरकार ने बिजली का बिल भी बढ़ा दिया, खाद के पैसे भी बहुत ज़्यादा बढ़ा दिए. കഴിഞ്ഞ നവംബർ മുതൽ ഇങ്ങോട്ട് ഇവരി ദുരിതം പേറി. ഇതൊരു സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്ന് ഓർക്കണം. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ഹരിയാനയും തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ ആളിക്കത്തുന്ന കർഷക പ്രക്ഷോഭത്തിന്റെ ഏറ്റവും പുതിയ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് നോട്ട് നിരോധം തന്നെയായിരുന്നു. व्यापारी हमें कैश नहीं देता है, वो चेक देता है. वो चेक हम बैंक में लगवाते हैं तो हम 20 दिन 15 दिन 20 दिन पैसा हमको मिलते ही नहीं. किसान को तो रोज़ पैसे चाहिए, रोज़ पैसे चाहिए. उसके लागत मूल्य के आधार पर रोज़ पैसे चाहिए. वो 15-20 दिन बैंक नहीं देती हमें पैसा. और व्यापारी से हम लेते हैं तो 2% काट के पहले देता था, अभी तो बंद हो गया ये. अभी सुना है कि सरकार ने 50-50 कर दिया, 50-50. बाकी इसके लिए किसान के लिए तैयार, फिर भी किसान तैयार है. आधा बैंक दे, आधा व्यापारी दे. फिर भी ऐसे सुनने में आया है कि व्यापारी इससे नाराज है कि हम कैश नहीं दे पाएंगे, कैसे करेंगे खेती. ഇത് പിപ്പിലിയാമണ്ഡി, രാജ്യത്തെ ഏറ്റവും വലിയ വെളുത്തുള്ളി വിപണന കേന്ദ്രങ്ങളിൽ ഒന്ന്. 2 ആഴ്ചയായി ഈ മാർക്കറ്റിൽ വിപണനം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്.
4 കോടിയോളം രൂപ വരും ഈ ചന്തയിലെ ഒരു ദിവസത്തെ ശരാശരി വിറ്റുവരവ്. കർഷക സമരം ആരംഭിച്ച 1-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ചന്ത അടഞ്ഞുകിടന്നു. നഷ്ടം ഏകദേശം 70 കോടിയോളം. किसानों ने आंदोलन किया, ये मूल कारण इसका नोटबंदी है और नोटबंदी का इसका जो नतीजा है आने वाले साल पे और ज़्यादा बुरा आएगा बजाय इसके। कारण उसका है कि जैसे अभी जीएसटी आ रहा है, जीएसटी आने के बाद वो लोगों को पेमेंट देने की बात कर रहे हैं, सरकार के लिए पेमेंट दो, पेमेंट बैंक वाले देने को तैयार नहीं है। बैंक वाले जीएसटी की और NEFT की बात करते हैं। तो इस वजह से सबसे बड़ा नुकसान का कारण है सरकार की असफल नीति। सरकार की नीति की वजह से ये सारा नुकसान इस ढंग से हुआ है और किसान दिनों दिन उग्र आंदोलन करते जा रहे हैं। और यही कारण है कि इस आग कहाँ से शुरू तो यहाँ से हो गई, लेकिन पूरे देश में फैल गई है। പിപ്പിലിയ ചന്തയെപ്പോലെ അടഞ്ഞുകിടന്ന മറ്റ് 2 ചന്തകൾ കൂടിയുണ്ട് ഈ കാർഷിക മേഖലയിൽ. മൻസൂർ നഗരത്തിൽ തന്നെയുള്ള ചന്തയാണ് അതിൽ ഒന്ന്. തൊട്ടടുത്ത ജില്ലയായ നീമച്ചിലുള്ള ചന്തയാണ് മറ്റൊന്ന്. 3 ചന്തകളിൽ നിന്നുമായി 17 ദിവസം കൊണ്ടുണ്ടായ വരുമാന നഷ്ടം 250 കോടിയോളം വരും. मंडी का एक दिन का टर्नओवर इस मंडी का 2 करोड़ रुपए का और बाजार का 2 करोड़ रुपए का, 4 करोड़ रुपया पर डे के हिसाब से यहाँ का व्यापार को नुकसान हुआ है। यहाँ कोई इंडस्ट्रीज तो है नहीं, यहाँ सिर्फ जो भी इंडस्ट्रीज है यही मानो कि यहाँ दुकानों पे लहसुन का काम करते हैं, मजदूर करते हैं, माल भरते हैं, माल तोलते हैं, डिस्पैच करते हैं। सारा मतलब 1500 मजदूर जो लगे हुए हैं वो सिर्फ इस मंडी में लहसुन के ऊपर ही और ग्रेन के ऊपर लगे हुए हैं। ചന്തകൾ അടഞ്ഞുകിടന്ന കാലയളവിൽ പട്ടിണിയിലായത് ദിവസവേതനത്തിന് ഈ ചന്തകളിൽ പണിയെടുത്തിരുന്ന 1000-ഓളം തൊഴിലാളികൾ കൂടിയാണ്. मतलब जैसे 1 तारीख से मंडी बंद हुई तो सभी मजदूर परेशान हैं। हेमाल से लेके भाइयों से लेके सभी कट्टे वाले भरने वाले सभी घर बैठे हैं। क्या परेशानी, अब खाएं क्या करें हम। സംഘപരിവാർ പശ്ചാത്തലമുണ്ടായിരുന്ന 2 പേരാണ് മൻസൂറിൽ പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്നതെന്നാണ് മറ്റൊരു വസ്തുത. RSSന്റെ കർഷക വിഭാഗമായ ഭാരതീയ കിസാൻ മസ്ദൂർ സംഘിന്റെ നേതാവായിരിക്കെ 2010-ൽ നടത്തിയ കർഷക പ്രക്ഷോഭത്തിന്റെ പേരിൽ സംഘടനയിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ട ശിവകുമാർ ശർമ്മയാണ് അതിൽ ഒന്ന്. കൽക്കാജി എന്ന വിളിപ്പേരുള്ള ഭോപ്പാലുകാരൻ. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്നുള്ള ശിവകാന്ത് ദീക്ഷിത് എന്ന കർഷകനാണ് പ്രക്ഷോഭത്തെ നയിച്ചവരിൽ മറ്റൊരാൾ. കിസാൻ മസ്ദൂർ സംഘിൽ ഇപ്പോഴും ഭാരവാഹിത്വമുള്ളയാൾ. മധ്യപ്രദേശിന്റെയും ഛത്തീസ്ഗഡിന്റെയും ചുമതലയുള്ള നേതാവ്. എന്നാൽ രാജ്യവ്യാപകമായി പടരുന്ന കർഷക പ്രക്ഷോഭത്തിന്റെ നേതൃനിരയിൽ RSS ബന്ധമുണ്ടായിരുന്നവരുടെയും ഇപ്പോഴും ബന്ധം തുടരുന്നവരുടെയും സാന്നിധ്യത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ജൂൺ 1 മുതലുള്ള സമരത്തോട് ഒരു ചർച്ച നടത്താൻ ഗവൺമെൻറ് തയ്യാറായില്ല. അത് മാത്രവുമല്ല, RSSൻ്റെ സംഘടനയായിട്ടുള്ള അഖിൽ ഭാരതീയ കിസാൻ സംഘ്, ആ ഭാരതീയ കിസാൻ സംഘിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളെ കൊണ്ട് സമരത്തിൽ എല്ലാ ഉറപ്പും നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ പിൻവലിക്കുകയാണ് എന്ന് പ്രചരണം നടത്താനാണ് അവർ തയ്യാറായത്. കർഷകർക്കായി മധുര പദ്ധതികളുടെ പെരുമഴക്കാലം തീർത്തു എന്ന് അവകാശപ്പെടുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ആ പെരുമഴയുടെ ഒരു തുള്ളി പോലും വരണ്ടുണങ്ങിയ കർഷകന്റെ നെഞ്ച് തണുപ്പിച്ചിട്ടില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന വലിയ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് നരേന്ദ്രമോദിയുടെ പേരിൽ. പക്ഷേ ആ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ 21,500 കോടി രൂപ പ്രീമിയം അവർ പിരിച്ചെടുത്തപ്പോൾ കേവലം 712 കോടി രൂപ മാത്രമാണ് ക്ലെയിം വിതരണം ചെയ്തത്. 3% മാത്രമാണ് കൊടുത്തത്. ബാക്കി 97% തുകയും വൻകിട ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ ലാഭമാക്കി മാറ്റുകയാണ് ചെയ്തത്.
രാജ്യത്തെ കർഷകർക്കായി കേന്ദ്രം കൊണ്ടുവന്ന വിള ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന. വിള ഇൻഷുറൻസ് പദ്ധതികളിൽ പ്രീമിയം തുക സമാഹരിക്കുന്നത് അതാത് കാർഷിക കാലയളവിലാണ്. ഈ കാലയളവിൽ ക്ലെയിം ഉണ്ടാകാതിരിക്കുകയോ ക്ലെയിം തുക വിതരണം ചെയ്യാതിരിക്കുകയോ ചെയ്താൽ പ്രീമിയം തുക മുഴുവനും ഇൻഷുറൻസ് കമ്പനികൾക്ക് ലാഭമായി കിട്ടും. 2016 ഖാരിഫ് വിളവെടുപ്പ് കാലത്ത് മാത്രം 21,500 കോടിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കർഷകരും ചേർന്ന് പ്രീമിയം തുകയായി അടച്ചത്. ഈ കാലയളവിൽ 4,270 കോടി ക്ലെയിമായി വന്നു. ഇതിൽ 715 കോടി രൂപയോളം മാത്രമാണ് ഇൻഷുറൻസ് കമ്പനികൾ ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളതെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം രാജ്യസഭയെ അറിയിച്ച രേഖകൾ പറയുന്നു. എന്നുവെച്ചാൽ മൊത്തം പ്രീമിയം തുകയുടെ 97% സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ സ്വന്തം ലാഭമാക്കി മാറ്റി. योजनाएं तो बहुत सारी है सरकार की, हम भी सुनते हैं, टीवी पर बताया जा रहा है, लेकिन किसान को कोई योजना से कोई मतलब नहीं जगता. किसान तो उसकी जो कमाता है उसका सही वाजिब पैसा उसको मिल जाए भाव, तो वो वैसे अपने आप किसी चीज़ को कोई सरकार से मांगने की गुंजाइश नहीं रखता है. നരേന്ദ്രമോദി സർക്കാരിന്റെ 3 വർഷ ഭരണകാലയളവിൽ രാജ്യത്ത് ആത്മഹത്യ ചെയ്തത് 36,000 കർഷകർ. കേന്ദ്ര സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ അറിയിച്ച കണക്കാണ് ഈ പറയുന്നത്. ആത്മഹത്യകൾക്ക് മുഖ്യ കാരണം കടബാധ്യതയാണ്. വായ്പ എഴുതിത്തള്ളേണ്ടി വന്നതുപോലും, അവർ വായ്പ അല്ലെങ്കിൽ കടബാധ്യതയിൽ അകപ്പെട്ടതുപോലും ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച കാരണമാണ്. ആ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുകയാണ് അവരുടെ ആവശ്യം. ആരുടെയും ഒരു ഭിക്ഷയാചിക്കുകയല്ല കൃഷിക്കാർ ചെയ്യുന്നത്. അപ്പോൾ കർഷകൻ്റെ ഉൽപ്പന്നത്തിന് ന്യായമായ ആദായ വില ഉറപ്പുവരുത്തുകയാണ് വേണ്ടത്. ആ ഉറപ്പുവരുത്തിയാൽ തങ്ങളെടുക്കുന്ന വായ്പ തിരിച്ചടയ്ക്കാനുള്ള ശേഷി കർഷക സമൂഹത്തിനുണ്ട്. ഉൽപാദന ചെലവിനൊപ്പം 50% ലാഭവും ചേർത്തുള്ള മിനിമം താങ്ങുവില അനുവദിക്കണമെന്ന സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കണമെന്ന ആവശ്യം കർഷക സമൂഹം ഏറെക്കാലമായി ഉന്നയിക്കുന്നുണ്ട്. BJPയുടെ പ്രകടന പത്രികയിലും ഈ വാഗ്ദാനം ആവർത്തിച്ചിരുന്നു. എന്നാൽ സ്വാമിനാഥൻ സമിതി റിപ്പോർട്ട് പ്രകാരമുള്ള താങ്ങുവില നൽകുന്നത് പ്രായോഗികമല്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിശദീകരണം. കടം എഴുതിത്തള്ളുന്നതിനാകട്ടെ റിസർവ് ബാങ്ക് അടക്കമുള്ള ധനകാര്യ സംവിധാനങ്ങൾ ഉടക്കി നിൽക്കുകയും ചെയ്യുന്നു. ഉഴുതുമറിച്ചിട്ട ഈ പാടങ്ങളിൽ കർഷകരുടെ സ്വപ്നവും വിയർപ്പുമുണ്ട്. അതിനോടുള്ള സർക്കാരുകളുടെ അവഗണന തുടർന്നുകൊണ്ടിരിക്കുന്ന കാലത്തോളം ഈ പാടങ്ങളിൽ നിന്ന് പ്രതിഷേധത്തിന്റെ നാമ്പുകൾ മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കും. മൻസൂറിലേതുപോലുള്ള പ്രക്ഷോഭങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കും.